ദേഷ്യം വന്ന പിന്നെ മുന്നും പിന്നും നോക്കാത്തവരാണ് കണ്ണൂരുകാർ. സംസാരത്തിലും അതെ, പ്രവൃത്തിയിലും അതെ. മുഖ്യമന്ത്രി പിണറായി വിജയനും KPCC പ്രസിഡന്റ് K സുധാകരനുമൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നവരാണ്. മുഖാമുഖം പരിപാടിയിൽ ചോദ്യം ചോദിച്ച ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തിയോട് അല്പം കടുപ്പിച്ച് മറുപടി പറയാൻ പിണറായിക്ക് മുന്നും പിന്നും ആലോചിക്കേണ്ടി വന്നില്ല. അഭിപ്രായം പറയാൻ അവസരം കിട്ടുമ്പോൾ എന്തും പറയാമെന്ന് ധരിക്കരുത്. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ എന്നായിരുന്നു പിണറായിയുടെ മറുപടി. K സുധാകരൻ VD സതീശനോട് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്തിന് NK പ്രേമചന്ദ്രനെതിരെ 2014 പിണറായി നടത്തിയ പരനാറി പ്രയോഗം വെച്ച് നോക്കുമ്പോൾ, മാധ്യമങ്ങളോടുള്ള കടക്ക് പുറത്തെന്ന ആക്രോശം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറുതെന്ന് വേണം പറയാൻ. K സുധാകരൻ്റേത് ഇത്തിരി കടന്ന കൈയായി പോയെന്ന് പറയുന്നവരുണ്ട്. അവരൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടി അരമണിക്കൂറിലധികം പ്രതിപക്ഷ നേതാവിനെ കാത്തിരിക്കേണ്ടി വരുമ്പോൾ K സുധാകരൻ്റെ ക്ഷമ നശിക്കില്ലേ? അതുകൊണ്ടാണ് ചാനൽ ക്യാമറയും മൈക്കും ഒക്കെ ഓണായിരിക്കുമ്പോൾ പോലും പരസ്യമായി മൈ എന്ന് വിളിച്ചു പോയത്. അതിലത്ര കുറ്റം പറയാൻ ഒന്നുമില്ലെന്നാണ് സാക്ഷാൽ K മുരളീധരൻ പറയുന്നത്. സുധാകരേട്ടൻ ചിലപ്പോൾ തമിഴ് ഭാഷയിൽ മുടി എന്നർത്ഥം വരുന്ന വാക്കായിരിക്കും പറഞ്ഞതെന്നാണ് മുരളീധരന്റെ പരിഹാസം. പിന്നെ മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇംഗ്ലീഷിലാക്കാം. അപ്പോൾ പിന്നെ മൈ ഡിയർ സതീഷ എന്നാക്കാമല്ലോ. പിന്നെ ഇതൊന്നും ഒരു വഴക്കേ അല്ലെന്നാണ് മുരളീധരന്റെ പക്ഷം. ഇതിലും വലിയ അസഭ്യ പ്രയോഗവും വഴക്കും കണ്ടിട്ടുള്ള കോൺഗ്രസുകാർക്ക് ഇതൊക്കെ ചെറുത്. അടുത്തിരുന്ന ഷാനിമോൾ ഉസ്മാന്റെ അവസ്ഥയെക്കുറിച്ച് വേണം ആലോചിക്കാൻ. സുധാകരൻ അദ്ദേഹത്തിന്റെ ഭാഷാ വൈദഗ്ധ്യത്തിൽ ഞെട്ടിപ്പോയ ഷാനിമോൾ ഉസ്മാൻ മൈക്ക് ഓണാണെന്ന് പറഞ്ഞപ്പോഴാണ് സുധാകരൻ ബാക്കി വാക്വിലാസത്തെ ചങ്ങലക്കിട്ട് അടക്കി വെച്ചത്. അല്ലെങ്കിൽ സംഗതി പൂരപ്പാട്ടായേനെ. വിവരം അറിഞ്ഞയുടൻ ഞാൻ ഈ കളിക്കില്ല, രാജിവെക്കുകയാണെന്നാണ് VD സതീശൻ പ്രതികരിച്ചത്. പിന്നെ KC വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ ഇടപെട്ടാണ് രണ്ടുപേരെയും തണുപ്പിച്ചത്. ശേഷം ഇതൊക്കെ സുധാകരേട്ടന്റെ തമാശയല്ലേ എന്നായി സതീശൻ. കോൺഗ്രസിലെ സഹപ്രവർത്തകർ തമ്മിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് പതിവാണെന്നാണ് സതീശൻ ചേട്ടൻ പറയുന്നത്. ഇത് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസും ചൂണ്ടിക്കാണിച്ചത്. KPCC പ്രസിഡന്റിന്റെ പദപ്രയോഗത്തോടെ കോൺഗ്രസിന്റെ യാത്രയുടെ യഥാർത്ഥ മുദ്രാവാക്യം എന്താണെന്ന് വെളിപ്പെട്ടത്രേ. കോൺഗ്രസുകാർ പരസ്പരം കണ്ടാൽ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണോ എന്നും റിയാസ് ചോദിച്ചു. നേരത്തെ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇരുവരും തമ്മിലൊന്ന് കോർത്തിരുന്നു. മൈക്കിന് മുന്നിലിരിക്കെ ആരാദ്യം സംസാരിക്കുമെന്ന് പറഞ്ഞായിരുന്നു സുധാകരനും സതീശനും തമ്മിൽ അടിവെച്ചത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കന്മാർ തമ്മിൽ വഴക്കും വക്കാണവും തെറിവിളിയും പിണക്കവും ഒക്കെ ആയാൽ പാവം കോൺഗ്രസ് പ്രവർത്തകർ എന്തു ചെയ്യുമോ എന്തോ.